നമസ്കാരം. ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആരാധന മൂർത്തിയോ പരാമർശിക്കാതെ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ജനുവരി 18 കോട്ടയത്തു നിന്നും കണ്ണൂരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത UK മലയാളിയായ ബ്രിട്ടീഷ് പൗരത്വമുള്ള ആനന്ദ് മാത്യൂസ് എന്ന വ്യക്തിക്കെതിരെ മതസ്പർദ്ധ പടർത്തി എന്ന പേരിൽ പോലീസ് കേസെടുത്ത സംഭവം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മിൽ പലരും ശ്രവിച്ചത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്നത്തെ ആ ഒരു യാത്രയിൽ സംഭവിച്ചത്? അന്ന് നടന്ന സംഭവങ്ങൾ നമ്മോട് വിവരിക്കാൻ ആനന്ദ് മാത്യൂസ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, സ്വാഗതം. ഷക്കീന ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, ഈ ഒരു മതസ്പർദ്ധ വളർത്തി അല്ലെങ്കിൽ അത് പടർത്താൻ ശ്രമിച്ചു എന്ന പേരിലാണ് അങ്ങേക്കെതിരെ കേസെടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ പോലീസ് കേസെടുത്തത്. യഥാർത്ഥത്തിൽ ആ യാത്രയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ അന്ന് നടത്തിയ യാത്രയിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഈ സംഭവങ്ങൾക്ക് നിദാനമായത് എന്തൊക്കെയായിരുന്നു? ആദ്യമായി ഞാൻ കയറിയത് 15 നമ്പർ കോച്ചിലായിരുന്നു. എൻ്റെ കോച്ച് നമ്പർ 18 ആയിരുന്നു. അപ്പം ഞാൻ അവിടെ പോലീസ് ബൂത്തിൽ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നാൽ മതി, നമ്പർ 15 നിന്നാൽ മതി, എൻജിൻ നമ്പറിൽ അവിടെ ബോഗി നമ്പർ 18 വരുമെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ 15 കയറി. 15 കയറി കഴിഞ്ഞപ്പം അവിടെ ഒരു 3 പാൻട്രി സ്റ്റാഫ് ഉണ്ടായിരുന്നു ഔട്ട്സൈഡ് ദ കമ്പാർട്ട്മെൻറ്റ്, ഔട്ട്സൈഡ് ദ സിറ്റിംഗ് ഏരിയ. അവിടെ വെച്ച് ഞങ്ങൾ ഹിന്ദിയിൽ സംസാരം ഉണ്ടായി. ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചു. ഏത് സ്റ്റേറ്റിലെയാണ്? അന്നേരം അവർ പറഞ്ഞു അവർ ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉത്തർപ്രദേശിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ്സൊക്കെ നടക്കുന്നുണ്ടല്ലോ. അവർ പറഞ്ഞു യെസ് സർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹിന്ദിയിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് 16 നമ്പർ ബോഗിയിലോട്ട് ഫേസ് ചെയ്തിട്ട് ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ പാൻട്രി സ്റ്റാഫിനോട് ചോദിച്ചു, 18 നമ്പർ ബോഗി കിധർ ഹെ? അപ്പം അവർ പറഞ്ഞു അഗ്ല കമ്പാർട്ട്മെൻറ്റ് ആപ്കാ കമ്പാർട്ട്മെൻറ്റ് ഹെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കമ്പാർട്ട്മെൻറ്റിൽ പോയി ഇരുന്നു കഴിഞ്ഞപ്പം എൻ്റെ നേരെ മുമ്പിൽ 2 ഐറിഷ് പൗരന്മാരുണ്ടായിരുന്നു, മലയാളി ഐറിഷ് സിറ്റിസൺ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയ സമയത്ത് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 16 നമ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിയാറായപ്പോഴത്തേക്കും TT വന്നിട്ട് എന്നോട് ചോദിച്ചു, ഐഡൻറ്റിഫിക്കേഷനും സീറ്റ് നമ്പറും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് 2 കമ്പാർട്ട്മെൻറ്റ് അപ്പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഐ വിൽ ജസ്റ്റ് ഫിനിഷ് മൈ ഫുഡ് ആൻഡ് ദെൻ ഐ വിൽ ഗോ എന്ന് പറഞ്ഞു. അന്നേരം TT പറഞ്ഞു ദാറ്റ്സ് ഫൈൻ, യു ക്യാൻ ഗോ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പെർമിഷനോടെ ഞാൻ ഫുഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 2 കമ്പാർട്ട്മെൻറ്റ് അപ്പുറത്ത് നമ്പർ 18 പോയി. എൻ്റെ സീറ്റ് നമ്പർ 24 ആയിരുന്നു. അവിടെ പോയി ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പം എറണാകുളം എത്തുന്നതിന് മുമ്പേ 2 പോലീസ് ഓഫീസേഴ്സ്, അപ്പം ഞാൻ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു, അതുപോലെ തന്നെ പാട്ടും കേൾക്കുമായിരുന്നു, ഹെഡ്ഫോൺസിൽ സൺഗ്ലാസസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 2 സ്റ്റാർ പോലീസ് ഓഫീസറും പിന്നെ ഒരു പോലീസ് ഓഫീസറും കൂടി പതുക്കെ നടന്നു വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പേപ്പർ വായന കണ്ടിന്യൂ ചെയ്തു. അവർ പതുക്കെ എന്നെ ടച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെയല്ല സംസാരിക്കുന്നത്, ശരി, നമുക്ക് പാസഞ്ചേഴ്സിൻ്റെ അവേ ഫ്രം ദ പാസഞ്ചേഴ്സ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് പ്ലേസ്, വി വിൽ സ്പീക്ക് ഔട്ട്സൈഡ് നിയർ ടു ദ ടോയ്ലറ്റ്. അപ്പം ഞങ്ങൾ അവിടെ പുറത്തോട്ടിറങ്ങി, സിറ്റിംഗ് ഏരിയയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കംപ്ലയിൻറ്റ് ചെയ്ത വ്യക്തി പോലീസിൻ്റെ അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് ആ പുള്ളിക്കാരൻ ഒരു വേർഡ് മാത്രം പറഞ്ഞു, ഞമ്മൻ്റെ ആൾക്കാർ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു രീതിയിലല്ല സംസാരിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ആൻഡ് ഐ ആം അപ്പോളജൈസിങ് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്.
നേരത്തെ അങ്ങ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു സംസാരിച്ചിരുന്നത് വീഡിയോയിൽ? ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, വന്ദേ ഭാരതിൽ കല്ലെറിഞ്ഞവർ ഇന്ന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ഏത് രീതിയിലാണ് എടുത്തതെന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് തോട്ട് പ്രോസസ്. ഈ പരാതി തന്ന വ്യക്തി ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്നോ? ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നോ? ഞാൻ യാത്ര ചെയ്ത ഷൂട്ട് ചെയ്ത കമ്പാർട്ട്മെൻറ്റ് നമ്പർ 16 ഈ വ്യക്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ ഇൻഡിവിജ്വൽ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇല്ലായിരുന്നു. പ്രത്യേക ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്തോ അങ്ങനെയൊന്നും അല്ല വീഡിയോ ഷൂട്ട് ചെയ്തത്? ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ സീറ്റിൽ, ഞാനിരിക്കുന്ന സീറ്റ് കാണിക്കാൻ വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിന് കാണിക്കാൻ വേണ്ടി, ഞാൻ വന്ദേ ഭാരതിൽ ഈ സീറ്റിലാണ് യാത്ര ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നീട് പോലീസ് വരുന്നു, പരാതി നൽകിയ വ്യക്തി അവിടെ നിൽക്കുന്നു, പിന്നീട് എന്താണ് ഉണ്ടായത്? അത് കഴിഞ്ഞിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫ് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ID പ്രൂഫ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളിയുടെ ID പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ്സ് ഞാൻ പുള്ളി പേഴ്സണലായിട്ട് സംസാരിച്ചു. പുള്ളി പേഴ്സണലായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാറി നിന്നു. അതിനകത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അപ്പോളജി പുള്ളി കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊരു 52 വയസ്സുണ്ട്. അന്നേരം പുള്ളി ഇൻട്രപ്റ്റ് ചെയ്തു, എന്നെ മോനെ എന്ന് വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലായി ഹീ ഈസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഫർദർ ആൻഡ് ഹീ സെഡ് ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ് എ റിട്ടേൺ കംപ്ലയിൻറ്റ്. When he made that decision, I took a back step and I stand on the other side and I just stayed silent and did not say anything at all. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പരാതിയായിട്ട് അവർ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു. പിന്നീട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, അത്തരത്തിലുള്ള സംസാരങ്ങളുണ്ടായിരുന്നു? പോലീസുകാർ അവരുടെ ഭാഗത്തു നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ആ രീതിയിലല്ല ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ എറണാകുളം കഴിഞ്ഞിട്ട് തൃശ്ശൂരിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു DYSP റാങ്കിലുള്ള ഓഫീസറും പിന്നെ ഒരു സർക്കിൾ ഓഫീസറും പിന്നെ വേറെ ഒരു പോലീസ് ഓഫീസറും കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു അവരോട് സോറി പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഓൾറെഡി അവരോട് സോറി പറഞ്ഞിട്ടുണ്ട്, ഇനിയും സോറി പറയാൻ ഞാൻ വില്ലിങ്ങാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അവർ റിട്ടേൺ കംപ്ലയിൻറ്റ് പോകാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു അവരോട് പോയി സോറി പറയാൻ പറഞ്ഞു. അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞുകൊണ്ടിരുന്നപ്പം DYSP വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ലഗേജ് എടുത്തോളാം പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ലഗേജും എല്ലാം എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം 10-15 മിനിറ്റ്സിനുള്ളിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പം ഞാൻ അവർ പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ ഇറങ്ങി, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഈ പരാതി കൊടുത്ത വ്യക്തി ഇപ്പം ട്രെയിനിലുണ്ടായിരുന്ന പോലീസുകാർക്കാണ് പരാതി കൊടുത്തത്. ട്രെയിനിലെ പോലീസുകാർ ആ സമയത്തുണ്ടായിരുന്നു? അവിടെ അവരുടെ പേപ്പറില്ലായിരുന്നു, TTയുടെ പേപ്പറില്ലായിരുന്നു. പിന്നെ TT പോയി എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഏറ്റവും ലാസ്റ്റായിരുന്നു. അപ്പോൾ അവർ ഏറ്റവും ബാക്കിൽ നിന്ന് ലോക്കോ പൈലറ്റ് ഇവിടെ നിന്നങ്ങാണ്ട് പേപ്പർ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. അത് ഞാനൊന്നും കാണുന്നില്ല. അപ്പം എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു മറ്റ് പാസഞ്ചർ ഹൂ മെയ്ഡ് അലിഗേഷൻ അഗെയിൻസ്റ്റ് മീ, ദേ ആർ ട്രാവലിംഗ് വിത്ത് എ ഫാമിലി, സോ യു ആർ സിംഗിൾ, സോ യു ഹാവ് ടു ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ കംപ്ലയിൻ്റ് അവിടെ തീർത്തിട്ട് അടുത്ത ട്രെയിനിൽ കയറ്റി വിടുന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നീട് എന്താണ് ഉണ്ടായത്? തൃശ്ശൂർ ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞിട്ട് എന്നോട് ചില വാക്ക് പറഞ്ഞു, ബട്ട് ഐ കാൺട്ട് സേ ദാറ്റ് ഇൻ സോഷ്യൽ മീഡിയ. ആൻഡ് ദ പേഴ്സൺ ഹൂ ഈസ് ലിസ്ണിംഗ് ഹൂ സെഡ് ടു മീ ആസ് എ പോലീസ് ഓഫീസർ, I feel totally ashamed on him, what he said to me. And I don't want to say that on the social media. അവിടുന്ന് എന്നെ ഇറക്കിക്കൊണ്ട് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് they want to know all my details and I was not willing to give my details. And I want to say that because I am a British citizen and ഞാൻ അവിടെ 25 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതിന് മുമ്പേയും ഞാൻ
ഗൾഫിലുണ്ടായിരുന്നു ഒരു 6 വർഷം. അതിന് മുമ്പേ ഞാൻ ഡൽഹിയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പം എനിക്ക് പെർമനൻറ്റ് അഡ്രസ്സായിട്ട് യു കെയിലാണ് ഉള്ളത്. അപ്പം ദേ വാണ്ട് ടു ഗെറ്റ് സംഹൗ മൈ പെർമനൻറ്റ് അഡ്രസ് ആൻഡ് I was not interested to hand over my personal details, and they want to take it by force. So they took my phone and they told me to give my password, and I gave the password, and they contacted a few of my contacts, and they came to know that my parents are there, and I said that I don't want to involve my parents into it, and that's it. That's my right, I said to the police officers. And after that, one of the lower rank policemen, he opened my suitcase and he tried to take my personal documents. When he did that, I said that you can't take my documents, it's not legal. So I asked him his name and he got scared, and he tried to hide his nameplate. Then one of his colleagues called him and said something, and then he came boldly and said to me that there is so many CCTV here and everything is recorded. And he took all my documents and he took my personal details. I said, you ask me and I can give you whatever you want, because I gave my passport, I gave my OCA card and everything, and they don't know anything, you know. I have to explain everything, what is OCA and what is a visa. Everything I have to explain to them, all the basics, and it was like a big headache for me, on top of the thing I was going on and the allegation which was put on over me. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, അങ്ങ് ഒരു കമ്പാർട്ട്മെൻറ്റ് തെറ്റി ഇപ്പോൾ 16ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നു. അവിടെ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം അങ്ങേക്ക് അലോട്ട് ചെയ്ത കമ്പാർട്ട്മെൻറ്റ് 18ലേക്ക് വരുന്നു. അപ്പോൾ ഈ പരാതി നൽകിയ വ്യക്തി ഏത് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യാത്ര ചെയ്തത്? ഈ പരാതി കൊടുത്ത വ്യക്തി, I assume he was in 15, where I said the slogan, and the police officer did not give any details about the person to me. Even the FIR copy was not given to me. എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു മലയാളം വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മലയാളം പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, 3 വർഷം ഞാനിങ്ങനെ ബാംഗ്ലൂർ പോയായിരുന്നു നഴ്സിംഗ് പഠിക്കാൻ പോയപ്പം. അവിടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ മലയാളം പറഞ്ഞാണ് മലയാളം നല്ല ഫ്ലുവൻ്റ് ആയി. പക്ഷേ ഇപ്പോഴും ഞാൻ വായിക്കും, പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ചാലഞ്ചസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഓൾമോസ്റ്റ് 9:30 തൊട്ട് 11 ആയപ്പം അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ഫുഡും ഡ്രിങ്കും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം വാട്ടറൊക്കെ എടുത്ത് ഇടയ്ക്ക് ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പം 11 ആയപ്പോൾ എന്നോട് പറഞ്ഞു, അയാൾ കോംപ്രമൈസിന് റെഡി ആയെന്ന് പറഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡൊക്കെ തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഈ പറയുന്ന വ്യക്തി ട്രെയിനിൽ ട്രാവലിംഗ് അല്ലേ? ആ പേഴ്സൺ ഈസ് ട്രാവലിംഗ് ടു കണ്ണൂർ. കണ്ണൂരിലേക്ക് പോവാണ്. അപ്പം അറൗണ്ട് 12 ആകുമ്പോഴാണ് കണ്ണൂർ ചെല്ലുന്നത്. 12:15 ആകുമ്പോഴാണ് കണ്ണൂർ ചെല്ലുന്നത്. അപ്പം അതോടൊപ്പം തന്നെ എൻ്റെ അഡ്വക്കേറ്റിനെ ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു. അഡ്വക്കേറ്റ് അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഹീ ഈസ് ഇൻ ഏറ്റുമാനൂർ കോട്ടയം, ആൻഡ് ടു കം ടു തൃശ്ശൂർ ഈസ് ഡിഫിക്കൾട്ട്. സോ ആ സമയത്ത് തന്നെ തൃശ്ശൂർ റെയിൽവേ വാസ് പ്ലാനിങ് ടു ട്രാൻസ്ഫർ ദീസ് കേസ് ടു കോട്ടയം, ബിക്കോസ് ഈ ഇൻസിഡൻറ്റ് നടന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അപ്പം അറൗണ്ട് 12 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 12 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു അവരവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ദേ വാണ്ട് ടു പ്രൊസീഡ് വിത്ത് ദ കംപ്ലയിൻറ്റ്. സോ ഫ്രം 11 to 12 ഓക്കെ നോട്ട് ഓക്കെ ആ രീതിയിലായിരുന്നു, ഒരു ഡയലമയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങേക്ക് പോകേണ്ടിയിരുന്നത് കണ്ണൂരിലാണ്. അപ്പം പിന്നീടുള്ള ആ ഒരു യാത്രയും അതിന് ശേഷമുള്ള നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? എന്നോട് പറഞ്ഞു അറൗണ്ട് 12:30 ആയപ്പം പറഞ്ഞു ദേ ആർ ഗോയിങ് ടു പ്രൊസീഡ് വിത്ത് ദി FIR. അപ്പം FIR-ന് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് ഓൺലൈനിൽ. ബട്ട് ബിക്കോസ് ഐ ആം എ ബ്രിട്ടീഷ് സിറ്റിസൺ, ദർ ആർ സോ മെനി തിങ്സ് വിച്ച് ഈസ് ദേ ഹാവ് ടു ഡു ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പം പല സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ സ്റ്റക്കാവുകയാണ്. അപ്പം അതൊക്കെ എൻ്റെ FIR ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഒരു ലേഡി ഓഫീസർ ഇരുന്നിട്ടുണ്ട്, പിന്നെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറും കൂടെ ഇരുന്നിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ലോയറിനെ വേണമല്ലോ. അപ്പം ലോയറിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ലോയറിനെ അറേഞ്ച് ചെയ്തു.
അപ്പോൾ ലോയർ പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഇരിക്കുവാണ്, എന്നോട് പറഞ്ഞു 3 മണിയാകുമ്പം നമ്മൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഹീ ഹാസ് അറേഞ്ച്ഡ് സാക്ഷി എന്നല്ലേ പറയുന്നത്, രണ്ട് സാക്ഷികളെയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പം 3 മണിയായിട്ടും ഇത് കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 മണിയായപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ മെഡിക്കലിന് പോയി. മെഡിക്കലിന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ മെസ്. ഞാൻ ചോദിച്ചു ഒരു മാസ്ക് തരാൻ പറഞ്ഞിട്ട് എനിക്ക് മാസ്ക് തന്നില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ എൻ്റെ ടവല് ചുരുട്ടിയിട്ട് ഞാൻ കെട്ടി, മൂക്കെ കെട്ടി. അതിൻ്റെയൊക്കെ ഫോട്ടോ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും. കാഷ്വാലിറ്റിയിൽ അവിടെ ഒരു ലൈക്ക് വാട്ട് ക്യാൻ ഐ സേ, ബിക്കോസ് ഫ്രം UK to India on a hospital is a drastic difference, and I have seen the pain of all the people, and so many things I have seen which I can't express, the people suffering and everything. But I waited there for an hour, and ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പം ഡോക്ടർ എൻ്റെ കണ്ടീഷൻ ചോദിച്ചു, എന്നൊക്കെ കണ്ടീഷൻ ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലഡ് പ്രഷറുണ്ട്, ഡയബറ്റിക്കാന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ഉടനെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തു മാനുവലായിട്ട്. അപ്പം ബ്ലഡ് പ്രഷർ 180/120 is because I am a dual trained mental health and a general nurse, and I have vast experience in different countries, and I know my body, and I know the medical. So I was speaking very professionally to the consultant, and she was, I will say, like a headless chicken, you know. She was running around, and she's the only one and doing so many things, and she immediately checked my blood pressure, and she said that ഇത് ഒത്തിരി ഹൈ ആണല്ലോ, ആനന്ദിനെ 24 മണിക്കൂർ ഒബ്സർവേഷന് വെക്കണമെന്ന് പറഞ്ഞു പോലീസിനോട്. ബട്ട് ദോസ് പീപ്പിൾ ഡോണ്ട് നോ എനിത്തിങ്. അവർക്കൊരു ഇതിനെക്കുറിച്ച് ഒരു ബേസിക് പോലും അറിയത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി, അപ്പം പോലീസ് പറഞ്ഞു ഞങ്ങൾ കോർട്ടിൽ നിന്ന് കഴിയുമ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഇങ്ങനെ മെഡിസിൻ കഴിക്കുന്നതാണ്, അപ്പം എനിക്ക് മൂഡിന് പ്രോബ്ലം ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു സൈക്കാട്രിസ്റ്റ് ഉണ്ട് ഇവിടെ, ഷീസ് വർക്കിംഗ് അപ് ടു 8 o'clock, ആനന്ദ് പൊക്കോ, പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും പോലീസിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് കോർട്ടിൽ ചെന്നു. അറൗണ്ട് 6 ആയപ്പോഴാണ് ഞാൻ എൻ്റെ വക്കീലിനെ കാണുന്നത്. എൻ്റെ ചാർജ് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നില്ല എന്ത് വകുപ്പിലാണ് കേസെടുത്തതെന്ന് മനസ്സിലാവും. ഒഫൻസ് പോലും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, സർക്കിളിനോട് ചോദിക്കുന്നുണ്ട് എന്നാ എൻ്റെ ഒഫൻസ്. അന്നേരം പറഞ്ഞു അത് വക്കീലിനോട് പറയും. പക്ഷേ വക്കീലിനെ ഞാൻ കാണുന്നത് 6 മണിയായപ്പോൾ അവിടെ ചെല്ലുന്നത്. അപ്പം പിന്നെ 2 സാക്ഷികളും ഉണ്ടായിരുന്നു. അവിടെ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോർട്ടിൽ പോയി. കോർട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു മാഡായിരുന്നു. അപ്പോൾ എൻ്റെ വക്കീൽ പ്രസൻറ്റ് ചെയ്തു കാര്യങ്ങൾ. അവർ ബെയിൽ തന്നു. ബെയിൽ തന്നു കഴിഞ്ഞിട്ട് എന്നാണ് ഫീസൊക്കെ ഞാൻ പേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അത്ര നേരം വരെ ഞാൻ ഫുഡും ലഞ്ചും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ ഓട്ടോ പിടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെന്നു. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അവിടെ ഒരു നല്ല ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, പുള്ളി ഈസ് എ കാർഡിയാക് പേഷ്യൻ്റ്, ആൻഡ് ഹി ഹാഡ് എ ഹാർട്ട് അറ്റാക്ക്, ആൻഡ് ഹി ജസ്റ്റ് റിക്കവറിങ്. 2 ആഴ്ചയായുള്ളൂ പുള്ളി റിക്കവറായിട്ട്. അപ്പോൾ ഹീ ടുക്ക് ദ പെയിൻ ഫോർ മീ, ആൻഡ് പുള്ളിയുടെ അമ്മ പ്രായമുള്ള, അപ്പം അമ്മേനെ വേറെ വീട്ടിൽ വെട്ടാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോൻ പൊക്കോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അപ്പം അറൗണ്ട് 7:45 ആയപ്പം പുള്ളി എന്നെ അന്വേഷിച്ചിട്ട് 8:30 ആകുമ്പം ഒരു കണ്ണൂർ ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോയി. ഞാനവിടെ വെയിറ്റ് ചെയ്തു. വന്നിട്ട് അറൗണ്ട് 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ബസ് വന്നു. ബസ് വന്നിട്ട് അതിൻ്റെ തേനീച്ച പോലെ ആൾക്കാർ. ഞാനവിടെ ബസ് പിന്നെ പോയി. ഒരു ഓൾമോസ്റ്റ് 1.5 hour ഞാൻ നിന്ന് യാത്ര ചെയ്തു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ബോട്ടിലൊക്കെ കൈ പിടിച്ചു. അപ്പോൾ ഇത്രയും പെയിൻ ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ അവിടെ റൂം എടുത്ത് കിടക്കുകയുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജേർണി കണ്ടിന്യൂ ചെയ്തു. രാവിലെ ഒരു 3:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു. പുലർച്ചെ 3:30 ആയി. തലേദിവസം യാത്ര ചെയ്ത് പുലർച്ചെ 3:30.
ഓക്കെ ഓക്കെ. ഇനിയിപ്പം തുടർന്ന് അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള, കാരണം അങ്ങേക്ക് ബ്രിട്ടീഷ് പൗരത്വമുള്ളൊരു വ്യക്തിയാണ്, ഇത്തരത്തിലുള്ളൊരു ദുരനുഭവങ്ങളിലൂടെയൊക്കെ ഒരു കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഇനി അങ്ങയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാതിയോ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ബ്രിട്ടീഷ് ഹൈ കമ്മീഷനെ വിളിച്ചു. അപ്പോൾ ഞാൻ ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഡൽഹിയിൽ, ചെന്നൈയിൽ ആദ്യം വിളിച്ചു. ചെന്നൈയിൽ വിളിച്ചപ്പം അവിടെ ഫോൺ പോകുന്നില്ലായിരുന്നു. അത് ഞാൻ ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഡൽഹി വിളിച്ചു. ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഡൽഹി വിളിച്ചപ്പോൾ കോൾ ഓട്ടോമാറ്റിക്കലി ലണ്ടനിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു ജോഡി എന്ന് പറഞ്ഞ ഒരു ലേഡി എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനോട് ഞാൻ അപ്പോളജൈസ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഹി വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് ലീഗലി ഫോർവേഡ്. Then she was quite nice and she was supportive and she said that it's a good thing that you have immediately apologized to that man and we appreciate for that. And because it's Saturday and our High Commission is closed on Saturday and Sunday, so we can't do any support like they have support of telephone or legal advice and so many things they have in UK for every individuals. In that country also, in UK also, they give some legal aid, so free of charge. And അവർ പറഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ ആനന്ദിൽ അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അത് then we can take it up, wherever it goes. And I spoke to the police officers over there. I said, Asan and Narai, and I had an experience like this. And you can imagine how much bad image you have on your state and the economy. They were not bothered for it. They think that these things are quite common in our state. So already economically Goa is, all the tourists are going to Thailand and Indonesia and Malaysia. So I don't think how long this God's own country is going to last. അപ്പം അങ്ങ് പറഞ്ഞൊരു വാചകം, അങ്ങ് ഒരു വീഡിയോയിൽ അങ്ങ് സെൽഫ് ഷൂട്ട് ചെയ്തൊരു വാചകം, ആരോടുമായിട്ട് പ്രത്യേകം ആരെയും പർട്ടിക്കുലർലി ഒരു പരാമർശിച്ചുകൊണ്ട് അങ്ങൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങ് സ്വയം പറഞ്ഞൊരു വാചകം ഈ വന്ദേ ഭാരതിലെ യാത്രയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന തരത്തിലൊരു കേസ് വന്നപ്പോൾ അങ്ങയുടെ മനസ്സിൽ കിടന്നു വന്ന ചിന്ത എന്തായിരുന്നു? ഞാൻ UK-ൽ ഒത്തിരി അഫ്ഗാൻ റെഫ്യൂജീസ് ഉണ്ട്. ഞാനൊരു ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാണ്. ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആസാദ് കശ്മീർ എന്ന് പറയും, ഇന്ത്യയുടെ കശ്മീരിലാണ്, പാകിസ്ഥാനീസാണ്. എൻ്റെ ടീമിനകത്ത് എനിക്ക് തോന്നുന്ന ഞാനും വേറെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനേ ഉള്ളൂ, ഇംഗ്ലീഷുകാരൻ ക്രിസ്ത്യനേ ഉള്ളൂ, ബാക്കി എല്ലാവരും മുസ്ലിംസാണ്. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് അവർ നിസ്കരിക്കും. അവരുടെ എന്തെങ്കിലും ഇഫ്താർ പാർട്ടിക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കറിയാം കൾച്ചറൽ വൈസും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഇവിടെ എറണാകുളത്തുണ്ട് ഫ്രണ്ട്സ്. ഞാൻ സൗദി അറേബ്യയിലെ ആദ്യത്തെ എൻ്റെ ജോലി ആസ് എ ഇൻഡസ്ട്രിയൽ നേഴ്സായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും. ആൻഡ് ഞങ്ങളൊരു കുടുംബം പോലെ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്കൊരു റിലീജിയൻ ഇല്ലായിരുന്നു, എസ്പെഷ്യലി സൗദി അറേബ്യയിലെ എക്സ്പീരിയൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ പോയി, അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. But my first experience was in Middle East and in Saudi Arabia. And I closely watch all things, the changes and the modernization and everything quite closely of that country because I have got some interest and that is my first proper bread and butter, പിന്നീട് അതിനുശേഷം അങ്ങ് കണ്ണൂരിലേക്ക് തിരിച്ചു വരുന്നു, അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ അങ്ങയുടെ മനസ്സിലൂടെ വന്ന ഒരു മാനസിക സംഘർഷം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റി? ഒരു ദൈവികമായിട്ടുള്ളൊരു സംരക്ഷണം, അങ്ങനെ അത്തരത്തിലുള്ളൊരു ഫീലിംഗ് കിട്ടിയിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം എ വെരി സ്ട്രോങ് റിലീജിയസ് മാൻ ആൻഡ് especially to Mother Mary and I go to religious places, that is my really, even അയർലൻഡിലാണെങ്കിൽ നോക്ക് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ലൂർദിൽ ഞാൻ കാർ ഓടിച്ച് പോയിട്ടുണ്ട്.
ഞാൻ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ റിലീജിയസ് സ്ഥലങ്ങളിൽ പോയി കാണാനും അത് ഞാൻ തന്നെ പോകാറുള്ളൂ. തന്നെ പോയി അതിൻ്റെ എക്സ്പീരിയൻസ് എടുക്കാനും പിന്നെ വലിയ വലിയ ഫിലോസഫികൾ റിലീജിയസ് ലീഡറായിട്ട് സംസാരിക്കാനും എനിക്ക് പിന്നെ ഐ ഹാവ് സം സർട്ടൻ മെത്തേഡ് ഓഫ് പ്രാക്ടീസ് which I do by myself, you know. So that helped me to give me some strong faith. And ഞാൻ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിലെ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു എൻ്റെ ഫ്രണ്ട്. അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ നോ വാട്ട് ഐ ഡിഡ്. സോ വാട്ട് ഹാപ്പൻ ഐ നോ. I just, what can I say, I'll just ignored it and I thought that it's only one side of the story. അപ്പോഴേക്കും മാധ്യമങ്ങളിലേക്ക് വാർത്ത ചോർന്നു അല്ലേ? അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അവർ പറഞ്ഞു. എന്നാ പറയുന്നത്, ഐ തിങ്ക് ആ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. എനിക്ക് ആരെയും അറിയത്തില്ല, ഫേസ് മാത്രമേ അറിയത്തുള്ളൂ, പേരെന്നാന്ന് അറിയത്തില്ല. ഷീ was in the media sector, I presume, and at that time also she was telling in that angle. So when they were saying those things, I just stood silent and I did not say a word at all. And I understood which way it was going when they called me, and when that man was speaking, I understood because എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. ഞങ്ങളെല്ലാം 3 വർഷം കൂടുമ്പോഴത്തേക്കും സ്ഥലം മാറും. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും പല പല സ്റ്റേറ്റിലാണ്. നമ്മൾ പല പല സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ പല പല കൾച്ചർ ആൾക്കാരാണ്. അവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, യൂതുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാർ ഒരു ക്യാമ്പിൻ്റെ അകത്താണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ അവരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായി കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പഞ്ചാബിലാണെങ്കിൽ പെട്ടെന്ന് നമ്മളെടുത്ത് കൽക്കട്ടയിലോട്ട് മാറ്റും. കൽക്കട്ടയിൽ നിന്ന് പിന്നെ പെട്ടെന്ന് നമ്മളെടുത്ത് വേറെ ഒരു സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ പഠാൻകോട്ടിലോട്ട് മാറ്റും, അല്ലെങ്കിൽ ഗുജറാത്തിലോട്ട് മാറ്റും. അപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് കൾച്ചറിലായിട്ടാണ് നമ്മൾ മിക്സപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരെ കണ്ട്, ചെറുപ്പം മുതലേ പല ആൾക്കാരെയും കണ്ട് പല കൾച്ചറിലും കണ്ടിട്ട് ഐ ഗോട്ട് ആൻ എക്സ്പീരിയൻസ്. ആൻഡ് maybe that's a God's grace. So I understand the people. So I understood immediately that he's going to make a written complaint before he said from his mouth and his body language. So what I did, I just kept quiet. ഞാനൊന്നും മിണ്ടില്ല. മിണ്ടാതിരുന്ന് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ അവർ വിൻഡോയുടെ ഡോറിൻ്റെ മറ്റേ സൈഡിലാണ്, ഞാൻ മറ്റേ സൈഡിൽ വിൻഡോയിലോട്ട് പുറത്തോട്ട് നോക്കി. ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ സീനറി ആൻഡ് I was thinking within my mind, whatever consequences, even I have to go to the jail, I am prepared to go for it because I have not done any crime. അവർ ആരോപിച്ച ഒരു വാക്ക്, ഈ ഞമ്മൻ്റെ ആൾക്കാർ, അങ്ങനെ ഒരു വാക്ക് അങ്ങ് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് റീസെൻ്റ്ലി ദേ ഹാവ് ചെക്ക്ഡ് ഇറ്റ് ആൻഡ് ദാറ്റ് വാസ് നോട്ട് ദ വേർഡ് ബിക്കോസ് ഐ ആം നോട്ട് ഗോയിങ് ടു ഡിസ്ക്ലോസ് നൗ ബിക്കോസ് ഐ ഗോട്ട് ആൻ എവിഡൻസ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എവിഡൻസ് ഐ കെപ്റ്റ് ക്വയറ്റ് and the truth will prevail, you know. അപ്പോൾ തന്നെ ആ കമ്പാർട്ട്മെൻറ്റിൽ CCTV ഉണ്ട്, അവിടുത്തെ സ്റ്റാഫുണ്ട്, അവരൊക്കെ വലിയൊരു തെളിവായിട്ട് അവിടെ നിലനിൽക്കുന്നില്ല. ഞാൻ ആ പുള്ളിയോടും പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന CCTV നമുക്ക് 2 പേർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു. when he was proceeding further. CCTV പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സംസാരിച്ചതൊക്കെ ഐ ഗോട്ട് എവിഡൻസ് ഇൻ മൈ മൊബൈൽ and I have forwarded it to my advocate as well, and I was told that it is a malicious allegation. അപ്പം ഈ പരാതിയായിട്ട് ഈ വ്യക്തി വരുമ്പോഴാണോ ആദ്യമായിട്ട് ഈ വ്യക്തിനെ അങ്ങ് കാണുന്നത്? ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ 18 വരുമ്പോഴാണ്, 18ൻ്റെ പുറത്ത് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളുടെ മുഖം കാണുന്നത്. പരാതിയായിട്ട് പോലീസും ആ ഒരു സാഹചര്യത്തിൽ. എക്സാക്ട്ലി. ഇനി അങ്ങ് തിരിച്ച് പോകുന്നതിന് മുമ്പ് അങ്ങ് ഡൽഹിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോറിൻ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഇറ്റ് ഈസ് when they took me out of the train, I remembered Mahatma Gandhi in South Africa, and I still got my mobile, the video, and I circulated it to my friends. What experience he had, I experienced within myself. And
he's also telling some religious thing in the Mahatma Gandhi movie. They have, from that movie I took a clip and sent to everybody, and my friend said, don't become Mahatma Gandhi. No, I don't want to become Mahatma Gandhi, but I experienced, you know, ആ പാനപാത്രം ഞാൻ കുടിച്ചു അപ്പം and it was an experience, and I don't want any NRI who comes and who love their country. ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കേരള എക്സ്പ്രസ്സിൽ നിന്ന് വരുമ്പം വാളയാർ റെയിൽവേ സ്റ്റേഷൻ വരാൻ നോക്കിയിരിക്കും കേരളം കാണാനായിട്ട്. ഞങ്ങൾ പാലക്കാട് വന്നിട്ടാണ് ഒരു ഏത്തക്കാ പുളി കഴിക്കുന്നത്. അത്രയ്ക്കും ആഗ്രഹിച്ചാണ് വരുന്നത്. ആന്ധ്രയിലെ ചൂടുമൊക്കെ വരുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ് നാടിനോട്. പക്ഷേ നമുക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പം പിന്നെ നമ്മൾ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഐ എം closely watching the news and everything I know. And when you had an experience like this, it's quite painful actually. കേരളത്തിൻ്റെ ഇപ്പോൾ ഒരു ഡെമോഗ്രഫി പലപ്പോഴും ഒരു മത ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു റിലീജിയസ് പോളറൈസേഷൻ, അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ തോട്ട്സും അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ പല രീതിയിലും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമാണോ അങ്ങേക്ക് നേരിടേണ്ടി വന്നത്? അതായത് ഒരു മതത്തിൻ്റെ ഒരു പരാമർശമില്ലാതെ അങ്ങ് നടത്തിയൊരു പരാമർശത്തിൻ്റെ പേരിലൊരു മതസ്പർദ്ധ അങ്ങനെ ഒരു ആരോപണം കേൾക്കേണ്ടി വരുന്നു. അപ്പം കേരളം നമുക്കറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മതസൗഹാർദ്ദം ഒരുമിച്ച് അങ്ങനെ കൈകോർത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഒരു റിലീജിയസ് പോളറൈസേഷൻ, ഒരു കമ്മ്യൂണൽ തോട്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു എക്സ്ട്രീമിസം, അത്തരം വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട്, അതൊക്കെ വർദ്ധിച്ചു വരുന്നതിൻ്റെയൊക്കെ സൂചനയായിട്ട് അങ്ങേക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു അവഹേളനത്തെ വിലയിരുത്താൻ പറ്റും? See, every religion have their fundamentalism. Whichever religion you talk now, and everybody want to dominate. And due to that we are losing the humanitarian aspect. And I think this individual also, I don't know what his background is, and you know, when I am humbly apologizing to somebody, നമ്മൾ പണ്ട് യുദ്ധത്തിനൊക്കെ പോയി കഴിയുമ്പം രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൂതനെ അയക്കും സന്ധിക്ക് വേണ്ടി. അപ്പം ഞാനൊരു സന്ധിക്ക് വേണ്ടി പറഞ്ഞിട്ട് മാക്സിമം അപ്പോളജൈസ് ചെയ്തിട്ട് ആസ് എ ഫാദർലി ഫിഗർ ടു ഹിം, he may be around 20 or something. I got a daughter of 21 years old and almost like my son, and a father is apologizing to his son and the son is not willing to accept the apology. So I have no words to say to him, you know, whatever background he is, you know. ഈ വ്യക്തിയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഫാമിലി ആയിട്ടായിരുന്നോ യാത്ര ചെയ്തിരുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ വ്യക്തി ഇരിക്കുന്നത് എവിടെയാണ്, ഈ വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല. ബട്ട് ദ അലിഗേഷൻ ഐ അണ്ടർസ്റ്റുഡ് ലേറ്റർ ഓൺ ത്രൂ ദ സോഷ്യൽ മീഡിയ. ആൻഡ് ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ കേൾക്കും, പക്ഷേ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അലിഗേഷൻസും എൻ്റെ കേസും ഞാൻ വായിക്കുന്നത്. അപ്പം അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവരുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞെന്ന്. പക്ഷേ അതിനുള്ള എവിഡൻസ് അവർ കൊണ്ടുവരട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ വന്ദേ ഭാരത്തിൽ ക്ലോസ് സർക്യൂട്ട് CCTV ഇൻ ഈച്ച് കമ്പാർട്ട്മെൻറ്റ്, ഔട്ട്സൈഡ് ഇൻസൈഡ്. ഡോറിൽ കയറുമ്പോൾ തന്നെ 2 CCTV അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ എവിഡൻസ്, വാട്ട് എവർ ഐ സാഡ്, ഐ ഹാവ് റെക്കോർഡഡ് ഇറ്റ്. That is by God's grace, you know, I am surviving now. തീർച്ചയായിട്ടും വളരെ ഒരു ദാരുണമായിട്ടുള്ളൊരു അനുഭവങ്ങളിലൂടെയാണ് അങ്ങ് കടന്നുപോയത്. ഇനിയും ഒരു മലയാളിക്കും ഇത്തരത്തിലുള്ളൊരു അനുഭവം നേരിടാൻ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങ് നടത്താൻ പോകുന്ന ഈ നിയമ നടപടികളിൽ ഒരു വിജയം വരിക്കട്ടെ, ദൈവം ഒരു വിജയം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേട്ടവരും ഇത്രയും നേരം ക്ഷമിച്ച് കേട്ടവർക്ക് ഞാൻ വളരെ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ സങ്കീർത്തനം 91 വേഴ്സസ് 3-6 ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഐ ആം ഫിനിഷിംഗ് മൈ സ്പീച്ച്. Surely he will save you from the fowler's snare and from the deadly pestilence. He will cover you with his feathers, and under his wings you will find refuge. His faithfulness will be your shield and
rampant. You will not fear the terror of night, nor the arrow that flies by day, nor the pestilence that stalk in the darkness, nor the plague that destroy at midday. Thank you very much.